മണിപ്പൂർ കലാപത്തിന് ഇന്ന് 2 ആണ്ട് തികയുകയാണ്. 250 പേർ കൊല്ലപ്പെട്ടിട്ടും കലാപ ഭൂമി സന്ദർശിക്കേണ്ടതില്ലെന്ന പ്രധാനമന്ത്രിയുടെ നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. രാഷ്ട്രപതി ഭരണം തുടരുന്ന മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കുക്കി വിഭാഗക്കാർ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തു. 2023 മെയ് 3-നാണ് മണിപ്പൂരിൽ മെയ്തേയ് കുക്കി കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. കലാപത്തിൽ 250ഓളം പേർക്ക് ജീവൻ പൊലിഞ്ഞു. 54,000 പേർ സംസ്ഥാനം വിട്ട് പലായനം ചെയ്യാൻ നിർബന്ധിതരായി. സംഘർഷം തടയാൻ BJP സർക്കാരിന് വീഴ്ച സംഭവിച്ചതോടെ മണിപ്പൂർ ആളിക്കത്തി. സംഘർഷം നിയന്ത്രിക്കുന്നതിൽ സമ്പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങിയ കേന്ദ്ര സർക്കാർ ഇംഫാലിലടക്കം ഇന്റർനെറ്റ് നിരോധനവും ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് ഒട്ടാകെ കേന്ദ്രസേനയെ വിന്യസിച്ചു. സംഘർഷം തടയുന്നതിൽ പരാജയപ്പെട്ട സർക്കാരിനെതിരെ BJPയിൽ നിന്നും ശക്തമായ എതിർപ്പ് ഉയർന്നുവന്നു. കലാപം ആളിക്കത്തിച്ച് മണിപ്പൂരിനെ 2ആയി വിഭജിച്ച BJP സർക്കാരിന്റെ ഭരണവും പ്രതിസന്ധിയിലായി. ഇതോടെ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് രാജിവെച്ചു. മുഖ്യമന്ത്രിയുടെ രാജിക്ക് പിന്നാലെ 2025 ഫെബ്രുവരി 13-ന് മണിപ്പൂരിൽ ഭരണഘടനയുടെ 356-ാം വകുപ്പ് പ്രകാരം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. പൊതു തിരഞ്ഞെടുപ്പിന് 2 വർഷം ബാക്കി നിൽക്കെയാണ് BJP ഭരിക്കുന്ന സംസ്ഥാനം രാഷ്ട്രപതി ഭരണത്തിലേക്ക് നീങ്ങിയത്. രാഷ്ട്രപതി ഭരണത്തിന് പിന്നാലെയും ഇംഫാലിലടക്കം കുക്കി, മെയ്തേയ് വിഭാഗങ്ങൾ ഏറ്റുമുട്ടി. ക്രമസമാധാനം വിലയിരുത്താൻ സുപ്രീം കോടതിയുടെ 5-അംഗ ജഡ്ജിമാരുടെ സംഘവും കലാപഭൂമി സന്ദർശിച്ചിരുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കൊപ്പമെന്ന് അവകാശപ്പെടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സംഘർഷം പിന്നിട്ട് 2 വർഷം തികഞ്ഞിട്ടും സന്ദർശനം നടത്താൻ തയ്യാറായിട്ടില്ല. കലാപത്തിന്റെ മുറിവുണങ്ങാത്ത മണിപ്പൂരിൽ വിവിധ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധം സംഘടിപ്പിക്കും. കൈരളി ന്യൂസ്, ദില്ലി.